സോ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ബട്ട് നമ്മളെല്ലാം നോക്കുന്നില്ല. നമുക്ക് ഒരു ഡാറ്റാ സയൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ വരുന്നത്. ഓക്കെ, അതിന് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മളിതിൽ ആഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഒരു HTML ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ HTML ഫയലിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു HTML ടെക്സ്റ്റ് കൊടുക്കാതെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ആ ടെംപ്ലേറ്റ് ആയിരിക്കും നമ്മൾ ഇതിൽ സെർവ് ചെയ്യേണ്ടത്. സോ അത് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് അത് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഡീഷണൽ ലൈബ്രറി മീൻസ് ഇതിനകത്തുനിന്ന് ഒരു അഡീഷണൽ ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട് റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് കൂടാണ്ട് നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് ഫയൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ബട്ട് അതിനൊരു സ്പെസിഫിക് ഫോൾഡറിൻ്റെ അകത്താണ് ഉണ്ടാവേണ്ടത്, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ. ഓക്കെ, സോ ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കുവാണ്. ടെംപ്ലേറ്റ്സ്. സോ അതിൻ്റെ അകത്ത് ഐ നീഡ് ടു ക്രിയേറ്റ് ഒരു HTML ഫയൽ. സോ അതിൻ്റെ അകത്ത് home.html. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് ഈ ഒരു HTML ഫുൾ വേണമെങ്കിൽ അവിടെ കൊണ്ടുവിടാം. സോ ഇത് ബേസിക് HTML ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ ഒരു വറീസ് ഒന്നുമില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പൈത്തൺസിന്റെ കോഡിന്റെ അകത്ത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ടത്. സോ ഓക്കെ, തൽക്കാലം ഈ ഒരു maybe we can add that also. about.html. സോ എബോട്ടിൻ്റെ അകത്ത് വരേണ്ടത് ഈ ഒരു സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള HTML പാർട്ടാണ്. ഓക്കെ, സോ നൗ നമ്മൾ ഇവിടെ ഈ ഹോം പേജിൽ നമ്മൾ ഈ ഒരു ലൈക്ക് HTML ഫയലാണ് നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്യേണ്ടത്. സോ നമ്മൾ റിട്ടേൺ സിംപിളി കൊടുക്കുന്നതിന് പകരം റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷന്റെ അകത്ത് ആ HTML ഫയൽ പറഞ്ഞു കൊടുക്കും. സോ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഇതിനെല്ലാം HTML ഫയൽസിനെല്ലാം ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. സോ ആ ഫോൾഡറിന്റെ അകത്തായിരിക്കും ഇത് പോയി സെർച്ച് ചെയ്യുന്നത്. home.html. ഓക്കെ, സോ ഇത്ര ആയതിനു ശേഷം നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് എബൌട്ട് പേജിൽ മാത്രം സം പ്രോബ്ലം ഉണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കൊടുത്ത URL ഇത് മാത്രമായിട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ പാത്ത് കൊടുക്കാൻ പറ്റില്ല. സോ അത് ഡിഫറെന്റ് ഒരു റെൻഡർ ടെംപ്ലേറ്റ് വിളിച്ച് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ തൽക്കാലം ഈ അബൌട്ട് പാർട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കാം ഈ ഒരു എക്സാമ്പിളിൽ നിന്ന്. ഓക്കെ, സോ നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ നമുക്ക് നെക്സ്റ്റ് ഇതിൽ എന്താണ് നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള HTML നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു HTML വരുവാണെന്നുണ്ടെങ്കിൽ
ബേസിക്കലി അതിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു ലൈക്ക് HTML കണ്ടന്റിന്റെ ഉള്ളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സോ ഓക്കെ, റൈറ്റ് നൗ ഞാൻ ജസ്റ്റ് ഒന്ന് വെർഷൻ സേവ് ചെയ്യാം. ഓക്കെ, അഡീഷണൽ ആയിട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറും അതിൻ്റെ അകത്ത് ഒരു ഫയലും വന്നിട്ടുണ്ട്. സോ ഇതിവിടെ ആഡ് ചെയ്യുന്നു. Entering templates. ഓക്കെ,